പുനലൂരിൽ CPM കൗൺസിലറെ മർദ്ദിച്ച സംഭവത്തിൽ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ പാർട്ടി മുൻ ഓഫീസ് സെക്രട്ടറിയെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായ ആക്ഷേപം LDF പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ നേതാവിന്റെ മുഖത്ത് ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടും പോലീസ് കേസെടുക്കാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലമെന്ന് സൂചനയുണ്ട്. അതേസമയം ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ നിലവിലെ ഓഫീസ് സെക്രട്ടറിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. പുനലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും LDF പാർലമെന്ററി പാർട്ടി ലീഡറും CPM പുനലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബിനോയ് രാജിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായിരുന്ന ആദർശ് അതിക്രൂരമായി മർദ്ദിച്ചത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആദർശിനെ പുറത്താക്കിയതിന്റെ വൈരാഗ്യമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ഞാൻ വായനശാലയിൽ ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ ആദർശ് എന്നെ വളരെ മോശമായി ചീത്ത വിളിച്ച് എന്തിനാന്ന് ചോദിച്ചപ്പോൾ എന്നെ മാരകമായി കല്ല് വെച്ചിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അടിക്കുകയും ചാറലിട്ട് ചവിട്ടുകയെല്ലാം ചെയ്തു. നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആശുപത്രി പോരുന്നതിന് ശേഷം എൻ്റെ അനിയൻ്റെ വീട്ടിൽ വടിവാളുമായി കയറി അവിടെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സംഭവത്തിൽ പാർട്ടി നേതാവായ ബിനോയ് രാജിനു പകരം പ്രതിയായ ആദർശിനെ സംരക്ഷിക്കുകയാണ് പാർട്ടി നേതൃത്വമെന്നാണ് ആക്ഷേപം. ബിനോയ് രാജിന്റെ മുഖത്ത് ആദർശ് കല്ലുകൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. എന്നിട്ടും കേസെടുക്കാൻ പുനലൂർ പോലീസ് തയ്യാറാകാത്തത് ജില്ലയിലെ ചില പാർട്ടി നേതാക്കളുടെ കടുത്ത സമ്മർദ്ദം മൂലമാണെന്നാണ് സൂചന. അതേസമയം പരിക്കേറ്റ ബിനോയ് രാജിനെ പ്രവേശിപ്പിച്ച പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആദർശിനൊപ്പം എത്തി തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഇത് തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ കടക്കൽ സ്വദേശി രതീഷിനെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ നിലവിലെ ഓഫീസ് സെക്രട്ടറി ആരോമലിനെതിരെ പോലീസ് കേസെടുത്തു. സെക്യൂരിറ്റി ജീവനക്കാരന്റെ പരാതി പാർട്ടി ഇടപെട്ട് പിൻവലിപ്പിച്ചതോടെ സ്വമേധയാ പോലീസ് കേസെടുത്തതായാണ് വിവരം. സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരെയും ആരോമൽ മർദ്ദിച്ചിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ആരോമലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി വിനോദിന്റെ വീട്ടിൽ ആദർശ് വടിവാളുമായി അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ സംഭവത്തിൽ ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് പ്രതിഷേധം ശക്തമായതോടെ കേസെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം.